അതിശക്തമായ വശ്യശക്തി ഉള്ളതുകൊണ്ട് അത് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും എത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, 50 ഘാതങ്ങൾക്കപ്പുറം എന്നെക്കുറിച്ചുള്ള ഭയം ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതായത് 50 ഘാതം ഇപ്പുറം വന്ന് എന്നെ അറ്റാക്ക് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലൊരു തെളിവായിക്കൊണ്ട് തന്നെ നിലകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി, ഈ ഒരു ശക്തി, അതായത് മറ്റുള്ളവരുടെ ഇടയിൽ ചിന്തയുടെ ഒരു ശക്തി, അത് മെസ്മറിസം മുഖേന മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വശീകരിക്കാൻ വന്ന ഒരു വ്യക്തി നരിയെ കണ്ടു പറഞ്ഞ് പേടിച്ചു പാഞ്ഞ ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ മുമ്പാകെ പോകുമ്പോൾ അബൂജഹൽ പെട്ടെന്ന് അടിയനറാന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നത് അനുസരിച്ച സംഭവമുണ്ട്. ഇവിടെയൊക്കെ ആ മാനസിക ശക്തിയുടെ ഫലമാണ് അനുഭവിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ശക്തിയാണ് അഹമ്മദിയ ജമാഅത്തിന്റെ സ്വത്ത്. നമ്മൾ വിചാരിക്കില്ല അഹമ്മദിയത്ത് എന്ന് പരക്കുന്നു. വളരെ സൂക്ഷ്മമായിട്ടാണ് ഇത് ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്ര വേഗം പരക്കുന്നു അത് നമുക്കറിയാൻ കഴിയില്ല. പെട്ടെന്നാണ് പരക്കുക. പക്ഷെ അത് പരന്നുകൊണ്ടേയിരിക്കും. ഒരു നിമിഷം പോലും അത് ബാക്കിയാവുകയില്ല. ഇതിൽ ഇന്ന് ഈ സത്യം മനസ്സിലായി കഴിയുമ്പോൾ നമ്മളൊരിക്കലും ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത ആളുകളായി മാറാൻ നിവൃത്തിയില്ല. കാരണം നമ്മുടെ മനസ്സിലുള്ള ചീത്ത ചിന്തകൾ നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കും. പ്രത്യേകിച്ച് അവർ ദുർബലർ കൂടിയാണെങ്കിൽ അത് ശക്തമായി ബാധിക്കും. അതിന് ഒരു സംശയവുമില്ല. ഏതോ ഒരു സ്വപ്ന ലോകത്ത് ഏതെങ്കിലും ഹീനമായ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ മടിയിലിരിക്കുന്ന കുട്ടിയും അതിൻ്റെ സമീപത്ത് കളിക്കുന്ന കുട്ടിയും അവരുടെ പാർശ്വത്തിൽ കടന്നുറങ്ങുന്ന കുട്ടിയും അതേ ഹീനമായ ചിന്തകളാൽ വശംവദനാവുകയും അവനിൽ അത് ശക്തമായി ബാധിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞതിൻ്റെ ആകെ ആത്യന്തികമായിട്ടുള്ള ഒരു വശമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ ഒരു ജമാഅത്തിൽ, ഇത് ഖുർആനും ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറയാണ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ഞാൻ റബ്ബുൻ നാസിനോടും മലിക്കിൻ നാസിനോടും ഇലാഹിൻ നാസിനോടും അഭയം തേടുന്നു. മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസിൽ നിന്നും, എൻ്റെ ഷെറിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്നു. ഖന്നാസ് എന്ന് പറഞ്ഞാൽ ഊതുന്ന ആള് പുറത്താണ്, ദൂരത്താണ്. കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആൾ ദൂരത്താണ്, പക്ഷേ കുഴപ്പം നടക്കുന്ന വേറൊരു ഭാഗത്താണ്. ദുർബോധനങ്ങൾ നടത്തുകയും അത് മുഖേന കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇതിന് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല നിരുക്തിയെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നത്, ആ ചിന്തയാണ്, അതായത് ദുർബോധനങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ ആ ദുർബോധനങ്ങൾ മറ്റുള്ളവരിലും അതിൻ്റെ ചിന്തകൾ ഉളവാക്കുകയും അവരിലും അത് ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മൾ ആരെ കൂടെയാണ് വളരെ നിസ്സാരമായിട്ട് മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്, ചന്ദനത്തോട് ചാരിയാൽ ചന്ദനം മണക്കും, ചാണകത്തോട് ചാരിയാൽ ചാണകം മണക്കും. പണ്ട് കാലത്തുള്ള പഴമൊഴികൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അതിൽ പതിരില്ല. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയാൻ കാരണം അത് ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു ചൊല്ലാണ്. അത് വളരെ ശക്തമായിരിക്കും. സ്വഭാവ സംസ്കരണത്തിൽ പഴഞ്ചൊല്ലിന് അതിൻ്റേതായ സ്വാധീനമുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്ത് കുഞ്ഞുണ്ണി മാഷാണ് ഇക്കാര്യത്തിൽ വളരെയധികം ചൊല്ലുകളും അതിൻ്റെ അർത്ഥങ്ങളും നമ്മുടെ ഗുരുന്നു മനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്തത്, കുട്ടികളെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഏതായാലും ഈ ഒരു അവസ്ഥ, അതായത് ഇതിൽ പല ചൊല്ലുകളും നമ്മൾ കാണുന്ന ഈ വിധത്തിലാണ്. നമ്മൾ ആരോടാണോ അടുക്കുന്നത് അതിൻ്റെ കൂടുതൽ അടുപ്പം നമ്മളിലുണ്ടാവും, അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. ഇതേപോലെ ഖന്നാസായിട്ടുള്ള ആളുകൾ, ദുർബോധനങ്ങൾ നടത്തുന്ന ആളുകളെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നമ്മോട് ദുആ ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ മിനൽ ജിന്നത്തി വന്നാസ്, മറഞ്ഞു കിടക്കുന്നവനും നേർക്ക് നേരെ വരുന്ന ആളുകളിൽ നിന്നും അതേപോലെ തന്നെ ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും അഭയം തേടണമെന്ന് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പുറത്തു നിന്നുള്ള ചിന്തകളും നമ്മെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്കുള്ള രക്ഷ, ഒന്ന്, ഒരു വലിയ യുദ്ധം നടക്കാൻ പോകുമ്പോൾ വളരെ ചെറിയ സൈന്യമാണെന്നിരിക്കട്ടെ, വളരെ ചെറിയൊരു സൈന്യവും വളരെ വലിയ സൈന്യം അപ്പുറത്തും,
അതേ സമയത്ത് നമ്മുടെ കയ്യിലുള്ള സൈന്യം മിണ്ടാതിരിക്കുന്ന ടൈപ്പ് ആണെങ്കിലോ, അലസമായി ഇരിക്കുന്ന സൈന്യം, അതല്ലെങ്കിൽ മറ്റവനെ കുറിച്ച് പേടിച്ചിരിക്കുന്ന സൈന്യമാണെങ്കിൽ ആ കുടുങ്ങിപ്പോവും. ലോകത്ത് തിന്മയുടെ വലിയൊരു സൈന്യവും അതിനെതിരെ ശക്തമായ യുദ്ധം നടത്തേണ്ടവരാണ് അഹമ്മദികളായ നമ്മൾ. നമ്മുടെ കയ്യിലുള്ളത് ചിന്തയുടെ അതിശക്തമായ ശക്തിയാണ്. അത് തികഞ്ഞ മനസ്സ്, അതായത് ഒരിക്കലും പതറാത്ത മനസ്സ്, ഇത് വിജയിക്കുമെന്നുള്ള ആത്യന്തികമായ വിശ്വാസത്തിൽ അടിയുറച്ച മനസ്സ്. ഈ മനസ്സ് മാത്രമുണ്ടെങ്കിൽ നമ്മുടെ തബലീഗ് നടക്കുന്നതാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അവന്റെ ഇടയിൽ ഒരു ഖുവ്വത്തെ ജാസിബ ഹോത്താ ഹൈ, ഒരു വശ്യശക്തി അവന്റെ മനസ്സിലുണ്ട്. അവൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, പിടിച്ചു വലിച്ചു കൊണ്ടുവരും. ഈ ശക്തി നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ. അത് ഇല്ലാത്ത ആളുകൾ, ചില ആളുകൾ പറയാം അത് നടക്കൂല അറിയും. 2 ദിവസം കഴിയുമ്പോൾ ജമാഅത്തിൽ 5-8 ആൾ പറയും അത് നടക്കൂല, പിന്നെ എല്ലാവരും പറയും നടക്കൂല. ഒരൊറ്റ ഹതഭാഗ്യവാന്റെ ചിന്തയായിരിക്കും മുഴുവൻ ജമാഅത്തിനും കൈമാറിക്കൊടുക്കുന്നത്. ഒരൊറ്റ ദുർഭാഗ്യന്റെ ദുഷിച്ച ചിന്ത മുഴുവൻ ജമാഅത്തിനെയും ദൂഷ്യത്തിലേക്ക് വഹിക്കുന്നതിന് കാരണമായിത്തീരുന്നു. അത് പറയുകയാണെങ്കിൽ അതിനേക്കാൾ മോശം. ചിന്ത മാത്രമല്ല, അത് പറയുന്നവനാണെങ്കിൽ അത് അഹ്ലക്കഹു ഹദീസ് പറഞ്ഞത്, ആ സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്നവനുമായി മാറും. അതുണ്ട് ഈ വിധത്തിലുള്ള ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു അഹ്മദി സമൂഹം എന്ന നിലയിൽ മാറാൻ നിവൃത്തിയുള്ളൂ. ആദ്യത്തെ, അതായത് ഹൃദയത്തിലാണ് ഇതിൻ്റെ ചലനം നടക്കേണ്ടത്, കർമ്മത്തിലല്ല. അതുകൊണ്ട് തന്നെ ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, മനുഷ്യന്റെ അമലുകളെക്കാൾ വലുതാണ് നിയ്യത്ത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരാൾ നമസ്കരിക്കുകയോ നമസ്കരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമസ്കരിക്കേണ്ടതൊരു ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളാണ് ഏറ്റവും മോശപ്പെട്ട ആൾ. അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ശരി, അയാളുടെ ചിന്തയിൽ നമസ്കാരം അനാവശ്യമാണ് എന്ന് പറയുകയും അയാൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാളാണ് സമൂഹത്തിന് ഏറ്റവും ദോഷകാരി. ചന്ത അനാവശ്യമാണ് എന്ന് ചിന്തിക്കുകയും അയാൾ ചന്ത കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാളാണ് ഏറ്റവും മോശക്കാരൻ. ചന്ത കൊടുക്കാത്തവനെപ്പോൾ കൊടുക്കേണ്ടതാണെന്ന് ചിന്തിക്കുകയും കൊടുക്കാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പോലും അയാൾ അത്ര ദോഷക്കാരനല്ല. അയാളുടെ ചിന്തയാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത്. ഇതിനെ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പല തലങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രധാനമായിട്ടുള്ളൊരു സംഗതി, നമ്മൾ എത്രയാണോ അടുക്കുന്നത് അതിനനുസരിച്ചാണ് ഒരു ചിന്ത നമ്മളിൽ വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തിനോട് അടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് ഇതിലൊക്കെ നടക്കാം, പക്ഷെ നമ്മൾ അടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ ഒരിക്കലും, ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാൽ ഉണ്ടാവില്ല. അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മൾ, അതിനാണ് ജുമ വെച്ചിട്ടുള്ളത്. ജുമന്റെ ആവശ്യം എന്താണ്? മാസത്തിലൊരു ജുമ വെച്ചാൽ പോരാ, വെറുതെ ആഴ്ചയിലൊരു ജുമ വെക്കേണ്ട ആവശ്യമുണ്ടോ? 5 നേരം നമസ്കാരം ഒരുമിച്ച് നിസ്കരിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, എവിടെയെങ്കിലും നിസ്കരിച്ചാൽ പോരെ. ആഴ്ചയിലും മാസത്തിലും കൊല്ലത്തിലും ഒക്കെ ഒരുമിച്ച് കൂടുവാനുള്ള സാഹചര്യങ്ങളാണ് ഇസ്ലാമിക ഇബാദത്തുകളിലെല്ലാം ഉള്ളത്. ഒറ്റ ഇബാദത്ത് ഒറ്റയ്ക്ക് നടത്തേണ്ടതല്ല, എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് ചേർത്ത് ഒന്നിച്ച് സ്വാധീനിച്ച് ചിന്തയിൽ വരുത്തുന്ന മാറ്റങ്ങൾ അഥവാ ഹൃദയത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക സംവിധാനങ്ങൾ വെച്ചിട്ടുള്ളത്. ഖലീഫത്ത് മസീഹ് സാനി ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം പറയാണ്, സഖ്ത് ഗലത്തി കർനെ വാല ഇൻസാൻ, ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്ന വ്യക്തി, കഠിനമായിട്ട് തെറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്? एक ऐसा शख्स जो फितना फसाद की बात मुंह से निकाल कर ये कह देता है कि ये मेरा क्या है, मैं तो एक गैर जिम्मेदार शख्स हूं, मेरी बात का कोई असर नहीं है, वो सख्त गलती करता है. അതൊരാൾ പറയാണ്, ഞാൻ സാധാരണ മനുഷ്യനാണ്, ഈ നടക്കണമൊന്നും ശരിയല്ല, പക്ഷെ എനിക്കൊരു ഉത്തരവാദിത്തമൊന്നുമില്ല, അത് ജമാഅത്തിന്റെ ഉത്തരവാദിത്തമല്ലേ. ഇയാളാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ. അത് പറയുമ്പോൾ ആ ചിന്ത കൊണ്ട് ജമാഅത്തിനെ മുഴുവൻ അത് ബാധിക്കും.
ഇയാളുടെ ഈ ചിന്ത, ഇയാളുടെ ഈ വാക്കുകൾ മുഴുവൻ ജമാഅത്തിനെയും ബാധിക്കുന്നു. ഒരുത്തൻ സാധാരണക്കാരൻ, എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. ഇത് പറയാനാണ് അയാളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്? ഈ പറയുന്ന ആളാണ് ഏറ്റവും കഠിനതരമായിട്ടുള്ള അപകടകാരി, ചെയ്യാത്തവരെക്കാൾ കൂടുതൽ. കാരണം അയാൾ മുഴുവൻ ജമാഅത്തിനെയും ബാധിക്കുന്ന ചിന്താഗതിയാണ് ഉരുത്തിരിയുന്നത്. അയാളുടെ മനസ്സിൽ വരുന്ന ആ സാധനം ദുർബല മനസ്സുകൾ അത് ശക്തമായി ബാധിക്കും. ഒരുപക്ഷെ അയാളത്ര ബാധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ദുർബലരായിട്ടുള്ള വിശ്വാസികളെ അതിശക്തമായിട്ട് ഇത് ബാധിക്കും. അവർക്ക് ജമാഅത്തിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകുന്നതിന് പകരം അതിനോട് അവജ്ഞാബോധമാണ് അവർക്കുണ്ടാവുക. അതിൽ നിന്ന് അവരകന്നു പോകാനുള്ള കാരണമായി തീരും. ഹുദൂർ തുടർന്ന് പറയുന്നു, ഹോ സക്താ ഹൈ ഉസ്കി ബാത് കാ അസർ ജാഹിർ അസർ നാ ഹോ. ഈ പറയുന്ന ആളുടെ ബാഹ്യമായിട്ട് അയാളുടെ ഒരു അസറും ഒരു വിധത്തിലുള്ള പ്രതികരണവും ഇല്ലാതിരിക്കാം, അതിനും സാധ്യതയുണ്ട്. മഗർ ഉസ്സേ ജോ ലഹർ ചൽത്തി ഹെ, എന്നാൽ അതിൽ നിന്ന് പുറപ്പെടുന്ന വേവ്സ്, അതിൻ്റെ തരംഗങ്ങളുണ്ട്, അലകളുണ്ട്. വോ ജറൂർ ഐസെ ലോഗോं को खराब करते हैं जो कमजोर होते हैं. അയാളുടെ ആ പിന്നെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതിന്റെ തരംഗങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്, മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഹൃദയത്തിന്റെ ആ ശക്തിയുടെ തരംഗങ്ങൾ. ആ തരംഗങ്ങൾ ദുർബലരായവരെ തികച്ചും അത് സ്വാധീനിക്കുകയും ചെയ്യും, അവരെ നശിപ്പിക്കുകയും ചെയ്യും. ऐसे लोग ख्वा उसके पास हो या दूर उस पर जरूर कुछ न कुछ असर होगा. ഈ പറയുന്ന ആളുകളുടെ അടുത്ത അയാൾ ഇരിക്കുന്ന ആളുകളാണെങ്കിലും അല്ല അയാളുടെ അടുത്ത് നിന്ന് കുറേ ദൂരത്തിക്കുന്ന ഒരാളാണെങ്കിലും ഈ ചിന്ത അവരിൽ ബാധിക്കും. ഇയാളുടെ മനസ്സിലുള്ള ഈ ചിന്ത അവരെ ബാധിക്കും. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഒരു സ്ഥാനത്തെക്കുറിച്ചാണ് ഹുദൂർ നമ്മെ ഉണർത്തുന്നത്. നമ്മളിത് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അത്തരം ചിന്താഗതി നമ്മളിൽ ഒരാളിലുണ്ടെങ്കിൽ നമ്മളുടെ ആ ചിന്ത എല്ലാവരിലേക്കും ബാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലാണ്. അതാണ് നമ്മളെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് നമ്മൾ എത്ര തന്നെ കെട്ടിമറിയുമ്പോഴും അതിലേക്ക് മറ്റുള്ളവരുടെ ചിന്ത, ദോഷകമായ ചിന്തകൾ നമ്മളെ സ്വാധീനിച്ചു പോവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. ഇത് നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ വ്യക്തമായിട്ട് അതിനെ മനസ്സിലാക്കി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മൾ വർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യുന്നില്ലെങ്കിൽ ജമാഅത്തിന്റെ തർബിയത്തിയായ കാര്യങ്ങളിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പ്രയാസമുണ്ട്. വാസ്തവത്തിലുള്ള പ്രയാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയാസത്തിൻ്റെ പോയിന്റാണിത്. പലതിനെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, എതിരായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ചിന്തയുടെ അടുത്ത് ആവണമെന്നില്ല. ഹുദൂർ പറയുന്നത് ദൂരത്തിരുന്നാലും മതി, അവരെയും ഇത് ബാധിക്കുന്നു. ഇതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലാകും. എത്ര അടുക്കുന്നു അത്ര കൂടും. ഇപ്പം നമ്മൾ ഒരാളോട് ടെലിഫോണിലൊരു കാര്യം സംസാരിക്കാൻ അയാൾ ചിലപ്പോൾ സമ്മതിച്ചോളണമെന്നില്ല. അതേ കാര്യം നിങ്ങൾ നേരിട്ട് പോയി പറഞ്ഞാൽ അയാൾ സമ്മതിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിലാണ് ഈ കാര്യം പറയുന്നത്. പലപ്പോഴും ജമാഅത്തിയായ കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ സ്വാധീനിക്കുന്നതിന് വേണ്ടി നേരിട്ട് പോയി പറഞ്ഞാൽ, ടെലിഫോണിൽ അധികം ഒരു കാര്യം ആരോടും പറയാൻ പോകില്ല. നമ്മൾ നേരിട്ട് പോയി പറയുമ്പോൾ അവരത് കേൾക്കും. അതിന് കാരണം നമ്മൾ അടുത്തായതുകൊണ്ട് നമ്മുടെ ചിന്ത അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന സത്യസന്ധവുമാണ്, ആത്മാർത്ഥവുമാണെങ്കിൽ അവരെ അത് സ്വാധീനിക്കും. അതല്ലാതെ മുഖം കണ്ടിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല അവിടെ. അത് വളരെ വിരളമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ പൊതുവായിട്ട് ഉള്ളത്, നമ്മൾ നേരിട്ട് പറയുമ്പോൾ അവരറിയാതെ തന്നെ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ചിന്താഗതി അവരെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ടെലിഫോണിൽ പറയുകയോ സന്ദേശം അയക്കുകയോ ഇമെയിൽ വിടുകയോ ചെയ്തുകൊണ്ട് നടക്കില്ല. അത് എത്രയാണോ നമ്മുടെ സൗണ്ട് എത്തുന്നെങ്കിൽ അത്ര വരും. ഒന്നുകൂടെ പറയാം, ഇതേ സാധനം ഇപ്പം ഞാൻ നിങ്ങളോട് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് നാളെ പുസ്തകത്തിൽ വന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഇത്ര സ്വാധീനിക്കില്ല. അതേസമയത്ത് ഞാൻ നിങ്ങളോട് നേരിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തായതുകൊണ്ട് എൻ്റെ ചിന്താഗതി കൂടെ നിങ്ങളെ ബാധിക്കുന്നു. ഈ ചിന്താഗതിക്ക് അനുഗുണമായി നിൽക്കുന്ന ഓരോരുത്തരുടെയും ചിന്താഗതി പരസ്പരം ബാധിക്കുന്നു. അത് എന്നെയും ബാധിക്കുന്നു. ഇത് അതിൻ്റെ ശക്തിയുണ്ടതിന്. നമ്മൾ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആ വിധത്തിൽ വരികയില്ല. ഇപ്പോൾ ഖലീഫത്തുൽ മസീഹിൻ്റെ ഒരു പ്രഭാഷണം നാം നേരിട്ട് കേൾക്കുമ്പോൾ അതിനുണ്ടാകുന്ന സ്വാധീനം നമ്മളത് പിന്നീട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, നാം വായിക്കുമ്പോൾ അത്രയൊന്നും ഉണ്ടാവാൻ നിവൃത്തിയില്ല. അപ്പം നമ്മുടെ ചിന്തകൾ മറ്റു പല ചിന്തകളുടെയും ഇടയിലാണ് നിൽക്കുന്നത്.
അതേസമയത്ത് ഖലീഫ വക്ത് നേരിട്ട് പറയുമ്പോൾ ഖലീഫയുടെ ചിന്തയാണ് നമ്മുടെ ചിന്തയായി വർത്തിക്കുന്നത്. നമ്മളെ അത് അതിശക്തമായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കൂടിയാണ് ലൈവ് തന്നെ കാണണം, മറ്റ് കണ്ടിട്ട് കാര്യമില്ലാതെ. ചില ആൾക്കാർ പെട്ടെന്ന് ചെരുപ്പെടുത്തിട്ട് പോയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കാണും. അതിൻ്റെ സംഗതി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അത്രേ അവരെൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ അടുപ്പം അതിലൊരു വളരെ പ്രധാനമുള്ളതാണ്. ഇതിനെ പരിഗണിച്ചുകൊണ്ടാണ് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. മജ് ബിഹാറുൽ അൻവാറിലുള്ള ഒരു വാക്കാണ്. ചില ആളുകൾ സെറ്റായിട്ട് ഇതിനെ ഹദീസാണെന്നും കൂടി പറയാറുണ്ട്. ഹദീസല്ല, ഉമർ ഇബ്നു ഖത്താബിന്റെ ഖൗലാണ്. മുഅ്മിന്റെ നിയ്യത്ത് ഉത്തമമായ കർമ്മത്തെക്കാൾ ഉത്തമമാണ്. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി, സൽക്കർമ്മമുണ്ടല്ലോ, അതിനേക്കാൾ ഉത്തമമാണ് ഒരു മുഅ്മിന്റെ നിയ്യത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്താ പദ്ധതിയിൽ നമ്മൾ എപ്പോഴും ഉണ്ടായാൽ ജനങ്ങൾ ഒരിക്കലും നമ്മൾ വെറുക്കുകയില്ല. വെറുക്കും ആരെ? ആ നല്ലതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്തവർ. നല്ലവനൊരിക്കലും നമ്മെ വെറുക്കുകയില്ല. അതേപോലെ നമ്മുടെ മക്കളിൽ നമ്മുടെ സ്വാധീനം നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു സ്വാധീനം അവിടെ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരു മുഅ്മിന്റെ, ഒരു സത്യവിശ്വാസിയുടെ യഥാർത്ഥത്തിലുള്ള നിലയും ഇതായിരിക്കണം. അവൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം. ഹൃദയത്തിൽ നല്ലത് മാത്രം വരണം. അതിൽ മറ്റു പലതിനെയും വ്യാപരിക്കാൻ വേണ്ടി വിടാൻ പാടില്ല. അത് എത്ര ശക്തമായി നല്ലതാണോ അതിന് ആ കൽബിൻ്റെ ഇസ്ലാഹാണ്, ആ ഹൃദയത്തിൻ്റെ പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ തർബിയത്ത് പ്രോഗ്രാമുകളിലും നമ്മുടെ മറ്റെല്ലാ പ്രവൃത്തികളിലും. ഒരുപാട് ഒച്ചമുളി ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, ഒരുപാട് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണിക്കാനൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിലുള്ള ചിന്തയോടുകൂടി ജനങ്ങളെ സ്വാധീനിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ വലിയ ഇൻഫ്ലുവൻസ്, വളരെ വലിയൊരു സ്വാധീനമാണ് അവർക്ക് ലോകത്ത് കാണാറുള്ളത്. അത് അവരുടെ മനസ്സിൻ്റെ ശുദ്ധതയനുസരിച്ചുള്ള സ്വാധീനമാണ്. നോക്കുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയബന്ധമുള്ളവർ എത്ര ഉണ്ട്? അത് ഒരിക്കലും ആർക്കും സാധിക്കില്ല. ജമൽ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നടന്ന ഏറ്റവും കൂടുതൽ കിരാതമായ, മുസ്ലിങ്ങളെ ഏറ്റവും വലിയ ദുഃഖത്തിലെത്തിച്ച ഏറ്റവും വലിയൊരു യുദ്ധമാണ് ജമൽ യുദ്ധം. മുസ്ലിം എതിരാളികളോട് നടന്ന യുദ്ധത്തെക്കാൾ മരിച്ചതിൻ്റെ എത്രയോ ഇരട്ടിയാണ് സഹാബത്തിൽ മരിച്ചത്. അതിലുണ്ടായിരുന്ന ഒരു രംഗം, ഹദറത്ത് ആയിഷയെ ഒട്ടകത്തിന് മുകളിൽ കണ്ടു. അപ്പോൾ ഫസാദ് ചെയ്യുന്ന ആളുകൾ ആയിഷയെ വെട്ടാനുള്ള പണി നോക്കി. അതിൽ രണ്ട് ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളുണ്ട്. ആയിഷയുടെ ഭാഗത്തുള്ള ആളുകളും ആയിഷക്കെതിരായിട്ടുള്ള ആളുകളും ഒന്നുണ്ട്. പക്ഷെ ആയിഷയുടെ മേൽ ഫസാദികൾ കൈവച്ച ഉടനെ തന്നെ രണ്ട് ഗ്രൂപ്പ് ഒന്നായി മാറി. ആയിഷയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് സഹാബത്താണ് മുമ്പിൽ വന്ന് മരിച്ചു പോണത്. ആ ഒരു സ്വാധീനമാണ് ഒരു സന്മനസ്സിനുള്ള സ്വാധീനം. ഹദരത്ത് ആയിഷയുടെ മനസ്സ് ആ നേരത്ത് ഇസ്ലാമിൻ്റെ സംരക്ഷണം മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എന്നതിനുള്ള തെളിവാണത്. അത് ജമൽ യുദ്ധത്തിൻ്റെ മറ്റു പല ചരിത്രം ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. തെറ്റായിട്ടൊരു വ്യാഖ്യാനമാണ് ജമൽ യുദ്ധത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. തെറ്റായിട്ടൊരു മുഖമാണ് മറ്റു വിധത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അവിടെ സഹാബത്താരും തന്നെ അതിൽ ഭാഗവാക്കല്ല. അത് മറ്റൊരു സമയത്തിൽ നമുക്ക് പറയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, രണ്ട് ചേരികളായി വരുന്ന ആളുകൾ ചേരി മാറി ആയിഷൻ്റെ ചുറ്റുമായി മാറി. അത് ആ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ഉമ്മഹാത്തുൽ മുഅ്മിനീനുള്ള ആദരവും ഉണ്ടായത് അവരുടെ മനസ്സിൻ്റെ ശക്തിയാണ്, ആ നന്മയിലേക്കുള്ള ശക്തിയാണ്. ആ നന്മയുടെ ശക്തിയിൽ വന്ന എല്ലാവരും ഒരുമിച്ച് ചേരുകയും ചെയ്തു. ഈ ഒരു സ്വാധീനം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഖലീഫത്തുൽ മസീഹ് സാനിയുടെ വാക്കുകളിൽ തന്നെ ഉദ്ധരിക്കട്ടെ. हज़रत अबू बकर रसूल करीम सल्लल्लाहु अलैहि वसल्लम ने हज़रत अबू बकर रज़ियल्लाहु तआला अन्हु के मुतालिक फरमाया कि अबू बकर नमाज, रोज़ा, ज़कात और हज की वजह से फजीलत नहीं रखता, बल्कि उस चीज़ की वजह से फजीलत रखता है जो उसके क़ल्ब में है. ഒരു ഹദീസിൻ്റെ തർജ്ജമയാണിത്. അൻ-നുസ്ഹത്തുൽ മജാലിസ് എന്ന ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. മുസ്ലിം ഖലീഫത്തുൽ മസാനി.
അതായത് അബൂബക്കർ തൻ്റെ നമസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സക്കാത്ത് കൊണ്ടോ ഹജ്ജ് കൊണ്ടോ അല്ല തൻ്റെ ശ്രേഷ്ഠത തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ല അദ്ദേഹം ശ്രേഷ്ഠനായിട്ടുള്ളത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം ശ്രേഷ്ഠനായിട്ടുള്ളത്. ആ മനസ്സിൻ്റെ ചിന്ത എന്താണോ അതുകൊണ്ടാണ് അദ്ദേഹം ശ്രേഷ്ഠനായിട്ടുള്ളത്. അതിനുശേഷം ഖലീഫത്ത് മസീഹ് സാനി പറയും, ദർ हकीकत कल्ब में पैदा होने वाली चीज ही ऐसी है जो ज़ाहिरी अमाल पर बहुत बड़ी फजीलत रखती है. ഹൃദയത്തിലുണ്ടാകുന്ന ആ മാറ്റം അതല്ലെങ്കിൽ ചിന്ത, അതിൻ്റെ ശക്തി ആണ് ബാഹ്യമായിട്ടുള്ള എല്ലാ അമലുകളെയും മുകളിൽ മികച്ചു നിൽക്കുന്നത്, ശ്രേഷ്ഠത പുലർത്തുന്നത്. ഇത് സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റു പല ഹദീസുകളുണ്ട്. ഒന്നിൽ റസൂലുള്ളാഹി പറയാണ്, ഒരാൾ നന്മകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് എത്തുന്നു, സ്വർഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അയാളിൽ നിന്നൊരു ദോഷത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ കണിക പുറപ്പെടുന്നു, അയാൾ നരകത്തിലേക്ക് ആപതിക്കുന്നു. ഇത് സാധാരണ ലൈഫിൽ കാണുന്ന ജമാഅത്ത് ചരിത്രത്തിൽ നാം കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. പലരെയും ഇടയ്ക്ക് നമ്മൾ കഷ്ടപ്പെടാറുണ്ട്, ഇതെങ്ങനെയായി, ആരെങ്ങനെ ഉറങ്ങണേ, ദൂരത്താണെങ്കിൽ പ്രശ്നമില്ല, പുറത്തിറങ്ങി കൂടെ കുഴപ്പമില്ല, പ്രശ്നമില്ല, ഇവിടെ ആണെങ്കിലോട് പ്രശ്നം. കുട്ടികളാണ് അവർ ഇടങ്ങേറാക്കല്ലേ, എന്നെ തൊടുകയും ചെയ്യരുത്, മക്കളാണെങ്കിൽ തൊടുക പോലും ചെയ്യരുത്. പിന്നെ ഇവിടെ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു നിശ്ചിത സമയത്തെത്തുമ്പോൾ അയാൾ കയ്യിൽ നിന്നൊരു ചെറിയ തിന്മ സംഭവിക്കുന്നു, അയാൾ നരകത്തിൽ ആപതിക്കുന്നു. ഈ ഹദീസ് വായിക്കുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ടായ സംഗതിയാണ്. അതേപോലെ തിന്മകളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു നിശ്ചിത സമയത്തെത്തുന്നു, അയാളിൽ നിന്ന് ഒരു നന്മയുണ്ടാകുന്നു, അയാൾ സ്വർഗത്തിലേക്ക് എത്തുന്നു. ഇത് അങ്കലാപ്പിലാക്കുന്ന ഹദീസാണ്. എന്നിട്ടിപ്പോൾ എന്താ പാവം എന്നുള്ളൊരു പേടി ഉണ്ടാവും. അങ്ങനെയല്ല സംഭവം. അതിന് കാരണം അയാളുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ നന്മയുണ്ടായിരുന്നില്ല, കർമ്മങ്ങളിലാണ് നന്മ ഉണ്ടായിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവും. കാണിക്കാൻ വേണ്ടിയാവാം, അയാളുടെ സ്വന്തം ആദത്താവാം, ശീലം കൊണ്ടാവാം, മറ്റെന്തെങ്കിലും സ്വാധീനങ്ങൾ കൊണ്ടാവാം, അതല്ലെങ്കിൽ അയാളുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം. പക്ഷെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണോ അതാണ് ലാസ്റ്റ് വെളിപ്പെടുക. അത് വളരെ വലിയ സ്നേഹവും മറ്റൊക്കെ നടിക്കുന്ന ആളുകൾ നമ്മൾ കാണും. പക്ഷെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നറ പൊട്ടിപ്പോവും. കാരണം ആ സ്നേഹം ഹൃദയപൂർവ്വമല്ല എന്നതിനുള്ള തെളിവാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹം ഹൃദയപൂർവ്വമല്ല എന്നതിനുള്ള തെളിവാണ്. അതേപോലെ അതിശക്തമായ ശത്രുത കാണും, പക്ഷെ ഒരു നിമിഷ നേരം കൊണ്ട് അത് ഊഷ്മള മിത്രമായി മാറും. ഹദ്റത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ. കാരണം അത് ഹൃദയത്തിൻ്റെ ശുദ്ധതയാണ്. കളങ്കമറ്റ നിഷ്കപടമായ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ഹദ്റത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം എതിർത്തതും നിഷ്കപടമായ മനസ്സോടുകൂടിയാണ്. അതുകൊണ്ടാണ് കാപട്യമില്ലാത്ത ഹൃദയങ്ങളുടെ ഏറ്റവും പരമോച്ചയിൽ നിൽക്കുന്ന പ്രവാചകന് അദ്ദേഹത്തിന് ഒരു വാക്കുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞു, ഖുർആൻ ഒരു വചനം കൊണ്ട് മാറ്റാൻ കഴിഞ്ഞു. കപടമില്ലാത്ത മനസ്സിൽ കപടമില്ലാത്ത വാക്കുകൾ വരുത്തിയ മാറ്റമായിരുന്നു അത്. അപ്പോൾ ഹൃദയത്തിനാണ് സ്വാധീനം, കർമ്മങ്ങൾക്ക് അതിന് ശേഷമാണ്. ഹൃദയത്തിന് ആ സ്വാധീനമുണ്ടെങ്കിൽ കർമ്മങ്ങളിൽ അത് വരും, തനിയെ വരും. കർമ്മങ്ങളിൽ അതുണ്ട് എന്നതുകൊണ്ട് പെട്ടെന്ന് ഹൃദയത്തിൽ വന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ ഹൃദയത്തെയാണ് എപ്പോഴും നമ്മൾ കയ്യിൽ പിടിച്ചു വെക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വിരലുകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു സാധനം ഇങ്ങനെ ഞാൻ തിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വീഴാനോ അങ്ങോട്ട് വീഴാനോ സാധ്യതയുണ്ട്. ഇതേപോലെയാണ് മനുഷ്യൻ്റെ ഹൃദയം. അതുകൊണ്ട് എപ്പോഴും അവൻ സൂക്ഷിക്കണം. അത് തിരിഞ്ഞ് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെപ്പോഴും നമ്മൾ കൈപ്പിടിച്ചുകൊണ്ട് ഒതുക്കി വെക്കണം. തിരുമേനിയിൽ വന്ന, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ്, ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടെ നമ്മൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. റസൂൽ തിരുമേനി പറയാണ്, ഇന്ന ഫി ജസദിൽ ഇൻസാനി മുദ്ഗത്തുൻ, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇതാ സലഹത്ത് സലഹത്ത് കുല്ലഹ, അത് ശരിയായാൽ എല്ലാം ശരിയാവും. ഇതാ ഫസദത്ത് ഫസദത്ത് കുല്ലഹ, അത് ഫസാദായാൽ, അത് കുഴപ്പത്തിലായാൽ സകലതും കുഴപ്പത്തിലാണ്. പറഞ്ഞതിന് ചുരുക്കം,
ഒറിജിനൽ മാറ്റം ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിന്തകൾ വളരെ നിസ്സാരമായ ചിന്ത മുതൽ ഏറ്റവും ശക്തമായ ചിന്ത വരെ മറ്റുള്ളവരിലേക്ക് അത് അലയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കും. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ അലകൾ മറ്റുള്ളവരെ സ്വാധീനിക്കും. അപ്പോൾ ശുദ്ധ ഹൃദയമുള്ള ഒരു അഹമ്മദിയാവലാണ് ലോകത്ത് അഹമ്മദിയത്തിൻ്റെ തബ്ലീഗിനുള്ള ഏറ്റവും നല്ല വഴി. അതില്ലാതെ എത്ര തബ്ലീഗ് ചെയ്താലും അതിനൊരു ഫലം ഉണ്ടാവുകയില്ല. അതിൻ്റെ ശക്തി അതിഭയങ്കരമാണ്. ആ ശക്തിയാണ് ലോകത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശക്തി. ഇത് ഓരോ ജമാഅത്തിൻ്റെ ഭാരവാഹികളിലും അല്ലാത്തവരിലും അതിശക്തമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കേണ്ട, എപ്പോഴും നാം നിലനിർത്തേണ്ട ഒരു കാര്യം ഇതാണ്. പ്രത്യേകിച്ച് മക്കളുടെ തെർബിയത്തിൽ നമ്മുടെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ ഒരിക്കലും മക്കളുടെ തെർബിയത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. അതൊരിക്കലും നടക്കുകയുമില്ല. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖലീഫത്ത് മസീഹ് സാനി പറയുകയാണ്, നോക്കൂ, മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിൽ എവിടെയും തബ്ലീഗ് ചെയ്യാൻ പോയിട്ടില്ല. എവിടെയും പോയിട്ടില്ല. ആദ്യഘട്ടത്തിൽ കശ്മീർ വരെ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പോയിരുന്നു പല കാര്യങ്ങൾക്കും. പക്ഷേ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം മാമൂറായതോടുകൂടി, ദൈവനിയോഗിതനായതോടുകൂടി അദ്ദേഹത്തിനുണ്ടായിരുന്ന കർത്തവ്യബോധങ്ങളും അദ്ദേഹത്തിൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രയാസങ്ങളും, അതേപോലെ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്ന ജോലി തിരക്കും കാരണം അദ്ദേഹത്തിന് പുറത്തേക്ക് എങ്ങോട്ടും പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ലോകത്ത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെ അള്ളാഹു എത്തിച്ചത് ആ ഹൃദയത്തിൻ്റെ അലകളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും യാത്ര ചെയ്തിട്ടില്ല, മക്കത്തുനിന്ന് പുറത്തേക്ക് മദീന വരെ എന്നല്ലാതെ, സിറിയ വരെ എന്നല്ലാതെ. പക്ഷേ ആ ഇതിൻ്റെ അലകളാണ് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ഇസ്ലാമിൻ്റെ സന്ദേശത്തെ എത്തിച്ചത് എന്ന് ഖലീഫത്ത് മസീഹ് സാനി വളരെയധികം ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. സമയത്തിൻ്റെ പരിമിതിയാണ് ഞാൻ ഈ കാര്യത്തിൽ കൂടുതൽ മുമ്പോട്ട് പോകാൻ ഞാൻ മടിച്ചു നിൽക്കുന്നത്. അത് ഈ ഒരു സംഗതി ഖൽബിൻ്റെ അഥവാ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് വാസ്തവത്തിൽ നമ്മുടെ ശുദ്ധീകരണം എന്നതാണ് പറഞ്ഞതിൻ്റെ ആകെ ചുരുക്കം. അതിനുള്ള വഴികളുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് ഹൃദയത്തെ? ആ വഴികൾ സ്വീകരിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുവെങ്കിൽ മാത്രമേ നാം ശുദ്ധീകൃതമാവുകയുള്ളൂ, നമ്മുടെ മക്കളും നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവും നാമുമായി ബന്ധപ്പെട്ട ജമാഅത്തും നാം ബന്ധപ്പെട്ട മറ്റ് ആളുകളും ശുദ്ധമാവുകയുള്ളൂ. അതിൻ്റെ കുറവാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 10-11 വഴികൾ ഖലീഫത്ത് മസീഹ് സാനി നമുക്ക് നിർദ്ദേശിക്കുന്നു. എങ്ങനെ നമുക്ക് ഹൃദയത്തെ ശുദ്ധീകരിക്കാം? അതിൽ 8:15 വരെ പോവും. ഒരു 6-7 മിനിറ്റോടുണ്ട്. 1-2 വഴി ഞാൻ തുടങ്ങി വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ അത് എടുത്തു പോകാൻ എളുപ്പമുണ്ടാവും. അല്ല, ഇത്രയും ഞാൻ ആമുഖം പറഞ്ഞു വരേണ്ടി വരും. അതുകൊണ്ട് അത് തുടങ്ങി വെക്കാൻ വേണ്ടി മാത്രം ഞാനത് സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ ഹുസൂർ പറഞ്ഞ ലംബ മസ്മൂനെ, ഇത് വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ്. അപ്പം ഹുസൂർ ആ സമയത്ത് പറയാണ്, ഈസ് വക്ത് മുझे कुछ तकलीफें ज़्यादा बोल नहीं सकता. ഇപ്പോൾ ഞാൻ കുറച്ച് വിഷമം അനുഭവിക്കുന്നൊരു അവസ്ഥയിലാണുള്ളത് രോഗം കൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ കാര്യം പറയാൻ എനിക്ക് നിവൃത്തിയില്ല. പക്ഷേ പിന്നീടൊരു പ്രഭാഷണത്തിൽ ഹുസൂർ അത് എടുത്തു പറയുന്നു. ആ പ്രഭാഷണമാണ് നമുക്കിനി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിർത്താൻ വേണ്ടി ഹൃദയത്തിലുള്ള അഴുക്കുകളെ അകറ്റാനുള്ള ഒരു ശ്രമമാണ്. ഹൃദയത്തിൽ നല്ല ചിന്ത ഉണ്ടാവാൻ പാടുള്ളൂ. അതിനെന്ത് ചെയ്യണം? ദോഷമായിട്ടുള്ള ചിന്ത അതിൽ നിന്ന് പുറത്തേക്കിടണം. ഇപ്പോൾ സ്ത്രീകളും നമ്മളും തന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊരു പാത്രം എടുത്താൽ അതാദ്യം കഴുകും. അതിലുള്ള ചീത്തയായിട്ടുള്ള പഴയത് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പാറ്റ എന്തെങ്കിലും അരിച്ചിട്ടുണ്ടെങ്കിൽ അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനുശേഷം പുതിയ ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ. അതല്ലാത്തതുകൊണ്ടാണല്ലോ ഷവർമ എന്നിട്ട് ആൾക്കാർ മരിച്ചത്. പഴയത് അവിടെ ബാക്കിയുണ്ടെങ്കിൽ ആൾ ചത്തുപോകും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം പഴയത് അവിടെ ഉള്ളതുകൊണ്ടാണ്. പഴയത് കുറച്ച് ഭക്ഷണം അതിൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി എത്ര നന്നായി ഭക്ഷണം ഉണ്ടാക്കിയാലും കുറച്ച് കഴിയുമ്പോൾ കേടുവന്നു. നമ്മുടെ ഒരു മാഷ് ഉണ്ടായിരുന്നു, പഠിപ്പിക്കുന്ന മാഷ്. അയാൾ പറയും,
പെണ്ണുങ്ങളെ കയ്യിൽ ചായ നമ്മൾ ഉണ്ടാക്കി കയ്യിൽ പുറത്തുനിന്ന് ഉണ്ടാക്കി കൊടുന്ന് കയ്യിലാണ് കൊടുത്താൽ ഒരു തള്ളകയിലിട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറ്റി തരുന്നതാണ്. തള്ളകയിൽ പറഞ്ഞാൽ പണ്ട് ചിരട്ടൻ്റെ ഒരു കയ്യിലുണ്ട്, അതിന് ഓട കൊണ്ട് അല്ലെങ്കിൽ മുള കൊണ്ട് ഒരു കയ്യിൽ കണ ഉണ്ടാക്കും. അത് ചായയിലിട്ടാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ സാധാരണ കയ്യിൽ കണ ഊരി കഴുകിയാൽ കയ്യിൽ കേട്ടുവരും. കണ ഊരാതെ കഴുകിയിട്ടുണ്ടെങ്കിലും അതിൽ പഴയ അംശം എന്തെങ്കിലും ബാക്കിയുണ്ടാവും. ചൂടുള്ള ചായയിൽ കണ്ടിട്ടാൽ പിന്നെ അതൊരു കൂട്ടാൻ്റെ മണം വരും. അത് പഴയ ആൾക്കാർക്ക് എന്താ പഴയ കാലത്തത് ഓർമ്മ ഉണ്ടാവും. കുറച്ചൊരു 40-45 വയസ്സിലേക്ക് മേലുള്ള ആളുകൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ എത്ര നല്ല ചായ ആണെങ്കിലും ഈ കയ്യിലിട്ട് തവിയിട്ട് കണ്ട് ഒരാൾ അക്കലിളക്കിയാൽ അതിൽ വേറെ എന്തെങ്കിലും മണം വരും. ആ മാഷ് പറയൽ പെണ്ണുങ്ങളെ കയ്യിൽ കൊടുക്കരുത് ചായ നേരിട്ട് തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അത് ഞാൻ സ്ത്രീകളാക്ഷേപിക്കാനല്ല പറഞ്ഞത്. പഴയത് കൂടിയാൽ നമ്മൾ പുതിയത് എത്രയാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പം നമ്മൾ ഏത് നന്മ ചെയ്താലും തിന്മ നമ്മുടെ പാത്രത്തിൽ, ഹൃദയത്തിൻ്റെ പാത്രത്തിലുണ്ടെങ്കിൽ അതിന് ആ തിന്മയിലേക്ക് തന്നെ മാറ്റിക്കൊണ്ടിരിക്കും. അതിന് ഫസ്റ്റ് ചെയ്യാവുന്ന കാര്യം തൗബ എന്നാണ്. അതിനെ കഴുകാനുള്ളൊരു വഴിയാണ്. തൗബ എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയലുണ്ട് അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ തൗബയായി. അല്ലെങ്കിൽ പടച്ചതമ്പുരാനെ ഞാൻ ചെയ്യൂല എന്ന് പറയും. അല്ലെങ്കിൽ ഐ ബെഗ് യുവർ പാർഡൺ എന്ന് പറയും പോലെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി സോറി പറഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ ഇന്നലെ സോറി പറയാം പോയിട്ടെന്ന് പറയും. സോറി എന്ന് പറഞ്ഞാൽ സംഗതി തീർന്ന്. ഇതല്ല തൗബ. ഇസ്ലാം ഉദ്ദേശിക്കുന്ന തൗബക്ക് 7 നിബന്ധനകളുണ്ട്. ആ നിബന്ധന ഇപ്പോൾ എന്തൊരു സാധനമാണെങ്കിലും അതെല്ലാം കാര്യങ്ങളും നോക്കി ചെയ്തെങ്കിൽ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ ബിസിനസ് ആണെങ്കിലും അതിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരാളും എന്തെങ്കിലും വരുന്ന വരട്ടെ അത് ഉണ്ടാക്കുന്ന ആൾക്കും അതിൽ വ്യത്യാസം ഉണ്ടാവും. ബിൽഡിങ്ങിൽ ഒരു വീടുണ്ടാക്കുന്ന ആൾ എന്തെല്ലാം നോക്കുന്ന പറഞ്ഞാൽ നടന്ന് തിരഞ്ഞ് നോക്കിയിട്ടാണ് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കുക. അപ്പം ഒന്നുകൂടെ വൈകുന്നേരം ഒരാൾ ഗ്രില്ല് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഗ്രില്ലുണ്ടാക്കുക. അപ്പോൾ വീടുണ്ടാക്കുന്ന ആൾക്കാർ അതിൽ ഏറ്റവും നല്ല ഏതാണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിൽ ഒന്ന് കഴിഞ്ഞ പാപത്തെക്കുറിച്ചുള്ള സാധാരണ നമുക്ക് അറിയാവുന്നൊരു സംഗതി കൂടിയാണ് നിദാമത്ത്. തൗബയുടെ ഒന്നാമത്തെ ഷർത്ത് കഴിഞ്ഞ പാപത്തെക്കുറിച്ചുള്ള തികഞ്ഞ ഒരു ലജ്ജാഭാവം. അതുകൊണ്ടാണല്ലോ ഞാൻ നശിച്ചു പോയത്. ആലോചിച്ച് നോക്ക്, എൻ്റെ മകളിൽ കാണുന്ന ഒരു ദോഷപരമായിട്ടുള്ള അവസ്ഥ ഞാൻ എന്നിൽ കൂടെ മുമ്പ് കാണുമ്പോൾ അപ്പോഴാണ് എൻ്റെ ലജ്ജ തോന്നുക. നമ്മൾ ചെയ്യുന്ന അതേ തെറ്റ് നമ്മളെ മക്കളും ചെയ്യുക. എൻ്റെ ചിന്തയാണ് എൻ്റെ മകളെ സ്വാധീനിച്ചത് എന്നതിൽ വേറെ എവിടെയും എനിക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നിൽ കാണുന്ന ഞാൻ സൂക്ഷിച്ച് പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരു നന്മ എൻ്റെ മകളിൽ കണ്ടാൽ എനിക്കതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കാം. അത് എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയാണെന്ന് എനിക്ക് ഉറപ്പിക്കാം. ഇതേപോലെ നമ്മളിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരിലേക്ക് പോയത്, നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുകളിലേക്ക് പോയത് തിന്മകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നമുക്ക് വളരെയധികം ലജ്ജ തോന്നും. അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഞാൻ എത്തിയോ? ആ ലജ്ജ അതിശക്തമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തോന്നും. അള്ളാഹിനെക്കുറിച്ച് എങ്ങനെ പറയുന്നത്? അള്ളാഹ് പറയാണ്, ഖുദ്സി ഹദീസിലാണ്, ഒരു അടിമ പാപം ചെയ്യുമ്പോഴേ അള്ളാഹ്ക്ക് ലജ്ജ തോന്നിയിട്ട് അള്ളാഹ് മാറി നിൽക്കും, അതിനെ കാണാൻ നിൽക്കില്ല. എങ്ങനെ? ഇപ്പം നമ്മളെ സ്വന്തം ആൾക്കാരെന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത് പെട്ടെന്ന് കണ്ടാൽ നമ്മളൊന്ന് മോശമായിപ്പോയി എന്ന് പൊരുത്തം വീഡിയോ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ മുമ്പിൽ വെച്ച് കണ്ടാൽ മോശമായിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നടക്കും, എന്തിനാണ് നമ്മൾ കാണാൻ വിചാരിച്ചിട്ട്. ഇതേപോലെ ഒരു ലജ്ജാഭാവം അള്ളാഹുവിനുണ്ടെങ്കിൽ അപ്പം നമുക്ക് എത്ര ലജ്ജ വേണം. നമ്മളെ റബ്ബ് നമ്മളെക്കുറിച്ച് നമ്മുടെ മുഖത്തേക്ക് ഒക്കെ നടക്കുമ്പോൾ ആ ഒരു ലജ്ജാഭാവം നമുക്കുണ്ടാകുക. രണ്ടാമത്തേത്, മുമ്പ് നമ്മളുടെ എന്തെങ്കിലും കർത്തവ്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും ചെയ്യുക. നമ്മൾ ചെയ്യേണ്ട പലതും നമുക്ക് ചെയ്യാൻ കഴിയാത്തതുണ്ടാവും, അത് ചെയ്യാൻ കഴിയും. അത് വെച്ച് എന്തെങ്കിലും പാവം ചെയ്തിട്ടുണ്ട് അതൊക്കെ പാടെ പോയിട്ട് തിരിച്ച് ചെയ്യാൻ പറ്റുമെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മളത് അതിൻ്റെ എന്താണോ കുറഞ്ഞിട്ടുള്ളത് അതില്ല. ഇപ്പോൾ നമാസ്, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് ഹജ്ജ് ചെയ്തിട്ടില്ല ഹജ്ജ് ചെയ്യാം. ഉംറ ചെയ്യാൻ കഴിവുള്ള ഒരാൾ അത് ചെയ്തിട്ടില്ല അത് പോയി ചെയ്യാം. കഴിഞ്ഞ റംസാനിൽ നോമ്പെടുത്തിട്ടുള്ള നോമ്പെടുക്കാത്ത ഒരാളാണെങ്കിൽ അടുത്ത റംസാൻ വരെ ആകുമ്പോഴേക്കും ആ നോമ്പെടുത്ത് തീർക്കാം. അതേപോലെ തന്നെ ഒരാളുടെ പൈസ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയും അയാൾക്ക് എത്തിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ട്. പോയിട്ട് അന്ന് ഞാൻ കട്ടെടുത്തി എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോകണ്ട, എങ്ങനെയെങ്കിലും അയാൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കാം. അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന അത് തിരിച്ച് നൽകാൻ പറ്റിയ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു നൽകാം. ഒരു കാര്യം എൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞോട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരു അവകാശം നമ്മൾ അപഹരിച്ചാൽ അയാൾ പൊറുക്കാതെ അള്ളാഹു പൊറുക്കുകയില്ല.
ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു അവകാശത്തെ നമ്മൾ അകാരണമായി അനീതിയോടുകൂടി അപഹരിച്ചെടുത്താൽ അയാൾ സ്വയം പൊറുക്കാതെ ആ ഹക്കും ബാത്തിലും തീരാതെ ഒരിക്കലും അള്ളാഹു അത് പൊറുക്കുകയില്ല. നാളെ മാഷറയിൽ നമ്മുടെ മാംസമോ നമ്മുടെ സൽക്കർമ്മങ്ങളോ അതിന് പകരമായി നൽകേണ്ടി വരും എന്നുള്ളതാണ് ഹദീസിലുള്ളത്. ഒരാളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞ് അയാൾ സ്വയം പുറത്തു തന്നിട്ടില്ലെങ്കിൽ നാളെ മാഷറയിൽ നമ്മുടെ നന്മകൾ അത്ര ഗീബത്തിന് പകരം അയാൾക്ക് കൊടുക്കും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് നന്മ ചെയ്ത ആളാണെങ്കിൽ നമ്മൾ പോകുന്ന നരകത്തിലേക്കായിരിക്കും. അയാൾ തിന്മയൊക്കെ ചെയ്ത ആളാണ്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നെങ്കിലും ഈ നന്മ കൊണ്ട് അയാൾ പോകും ചെയ്യും ചുളിവിൽ സ്വർഗത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, ഒരാളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അയാളോട് മാപ്പ് ചോദിക്കുക തന്നെ വേണം. അടുത്തത്, ഒരാളെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് വേറെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ്റെ ഒരു സാധനം നമ്മളെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ട്, നമ്മളറിയാതെ പെട്ടതാണ്, പിന്നെ നമുക്കത് പ്രശ്നമാണെങ്കിൽ അത് അയാളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്താൽ അയാൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ പ്രശ്നം ഒന്നുമില്ല. അതേസമയത്ത് ഇപ്പോൾ ഒരുത്തന് ആരും അറിയാതെ എന്തെങ്കിലും ഒരു സംഗതി അറിയാതെ ചെയ്തു പോയി വെട്ടി പുറന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കാനല്ല പറയുന്നത്. അവനവനെ കൊണ്ട് കഴിയുന്ന പ്രായശ്ചിത്തങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. നാലാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, മനുഷ്യർക്ക് ആർക്കെങ്കിലും നമ്മൾ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയോ അതല്ലെങ്കിൽ ആ വിധത്തിൽ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഒരാളെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുക. അഞ്ചാമത്തെ കാര്യം, ആർക്കെങ്കിലും നമ്മൾ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഔദാര്യങ്ങളൊക്കെ ചെയ്യാം. ചിലത് അങ്ങനെ ഉണ്ടാവും, നമുക്ക് പിന്നെ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഔദാര്യങ്ങൾ ചെയ്യുക, അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യുന്ന ഉപകാരങ്ങൾ ചെയ്യുക. ഞാൻ ചുരുക്കമാണ് പെട്ടെന്ന്. ആറാമത്തെ കാര്യം, ഇനി മേലൊരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് ഒരു കരാറ് അള്ളാഹുവിനോട് ചെയ്യുക. ഈ കരാറ് ചെയ്യുന്നത് ഒരു പക്ഷേ പിന്നെ ആയിക്കോളാം, രണ്ടാമത് ചെയ്തെന്ന് വരും, പക്ഷേ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരിക്കലും പുറകോട്ട് പോവുകയില്ല എന്നത്. ഏഴാമത്തേത്, നമ്മുടെ മനസ്സിനെ നന്മ ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ കാര്യത്തിൽ പ്രാക്ടിക്കൽ 1-2 വർഷം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്, ബാക്കി പിന്നെ അടുത്ത ക്ലാസ്സിലാവും. നമ്മളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാളൊരു ദുശ്ശീലം അയാൾക്ക് അകറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പെട്ടെന്ന് അകറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഞാനൊരു 2 ദിവസത്തിന് ഇത് മാറ്റാണെന്ന് പറയാം. 2 ദിവസത്തിന് ഇതിനെ ഒഴിവാക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, പിന്നെ എന്നെപ്പോലത്തെ പോത്ത് വേറെ ആകാനും മല ചെയ്യണം. എന്നെപ്പോലത്തെ ഒന്നിനും കഴിയാത്ത വേറെ ആരുണ്ട് എന്നുള്ളതൊന്ന് ആലോചിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ അതൊന്ന് വിമുക്തി കിട്ടുമോ നോക്കാം. ഉദാഹരണമായിട്ട് ഒരാൾ ഗീബത്ത് പറയുന്ന ആളാണ്. അയാൾ പറയണം, ഞാൻ ഇന്ന് ഗീബത്ത് പറയില്ല, ഇന്ന് വൈകുന്നേരം വരെ പറയില്ല. അത് വേണമെങ്കിൽ അയാൾ എഴുതിയൊരു കടലാസിൽ ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ഗീബത്ത് പറയില്ല എന്നിട്ട് കടലാസിൽ പോക്കറ്റിൽ എഴുതിയിട്ടോട്ടെ, ഇടയ്ക്കെടുത്ത് വായിച്ചു നോക്കിയാലും കുഴപ്പമില്ല. പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയ സംഗതികളാണ്. ഇത് ഒരു ദിവസം അയാൾ അങ്ങനെ നിന്നാൽ അയാളെ നെഫ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ഒരു 4 ദിവസം അയാൾ അങ്ങനെ വിട്ട് പോയിക്കോട്ടെ, പിന്നെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ പിന്നെ അയാൾ അങ്ങനെ തന്നെ ചെയ്യാം. ഇങ്ങനെ പതിയെ പതിയെ അതിന് മാറാൻ കഴിയും. ഞാൻ ഗീബത്ത് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഗീബത്തിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ട്. അതായത് ഒരാളിപ്പോൾ ഗീബത്ത് പറയുന്നതിനെ കുറിച്ച് എന്താ വിചാരിക്കല്? ഉള്ളതല്ലേ ഞാൻ പറയണമെന്ന് പറയും. ഇവരല്ലാതെ ഗീബത്ത് പറയുന്ന ആൾക്കാർ ഉള്ളത് പറയുന്നതിനാണ് ഗീബത്ത് പറയുന്നത്. ഇല്ലാത്തതാണ് പറഞ്ഞെങ്കിൽ 2 പാവായി, ഉള്ളതാണ് പറഞ്ഞെങ്കിൽ 1 പാവായി ഗീബത്ത്, ഇല്ലാത്ത പറഞ്ഞാൽ അപരാധം കൂടിയായി. പിന്നെ ചിലരെന്ത് പറയും? ഞാൻ അങ്ങനെയല്ല, ഞാൻ മോത്തോക്കിയും പറയുന്ന പറയും. അത് കുറേ ആൾക്കാരെ കാണുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർ. അത് ഞാൻ അവരെ മുമ്പൊന്നും പറയുന്നു, അപ്പം 2 എണ്ണമായി. ഒന്ന് ആദ്യം പറഞ്ഞത് വേറെ പറഞ്ഞത്, മോത്തോക്കി ആളെ വേദനിപ്പിച്ചതിന് വേറൊരു പാവോടി, ലുമസിയായി ഹുമസിയായി, 2 വലിയ ഹുമസത്തിൽ ലുമസ, 2 ഒന്നിച്ചായി. ഇത് 2നും അള്ളാഹ് അനുവാദം കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അതിനുള്ള അർഹത ആർക്കാണെന്ന് ആരെ കൊണ്ട് തെളിയിക്കാൻ കഴിയുക? ഒരാളുടെ കുറ്റം പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ചോദിക്കുകയാണ്, ഏതെങ്കിലും ലോകത്തുള്ള ഒരുത്തൻ്റെ കുറ്റം പറയാൻ അർഹത ഉള്ളത് ഖലീഫ വക്തിനാണ് മാറ്റി നിർത്തിയത്. അതിനെ കൊണ്ട് അതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. വേറെ ആരാണ് ലോകത്തുള്ളതെന്നാണ് ചോദിക്കുകയാണ്. കാരണം അയാൾ കുറ്റമില്ലാത്ത ആളാവണല്ലോ. അത് നെഞ്ചത്ത് കൈവെക്കണമെന്നൊന്നുമില്ല, അയാൾക്ക് നെഞ്ചിൽ എന്തെങ്കിലും സാധനം ഉണ്ടായാൽ മതി.
അർഹത ആർക്കുമില്ല ഒരാളെക്കുറിച്ച് പറയാൻ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹ് പറഞ്ഞത് അതുകൊണ്ട് ആർക്കും ഗുണമില്ല അത് പറയാൻ കാര്യം, അത് പറയാനുള്ള അർഹത അല്ലാത്തത് പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ അങ്ങനെയുള്ള ഇടയിൽ വന്നു പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ വേറൊരു സംഗതി ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഒന്ന്, നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ മറ്റൊരു പോസിറ്റീവ് വശമാണിത്. കഴിയും എന്ന ചിന്തയാണ് ആദ്യം മനസ്സിൽ വേണ്ടത് ഹൃദയത്തിൽ. എങ്കിൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. ഈ കാര്യത്തിൽ രണ്ട് സംഗതികൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള. ഒന്ന്, എന്നെക്കൊണ്ട് കഴിയാത്തൊരു കാര്യം ഇല്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. അത് അഹംഭാവമല്ല. അഹംഭാവവും സ്വാഭിമാനമൊക്കെ വേറുണ്ട്. ഇപ്പം ചില ആൾക്കാർ പറയും ഇന്നെ കൊണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ അത് അഹംഭാവമാണ്. അങ്ങനെയല്ല. എന്നെ എൻ്റെ അള്ളാഹ് പടച്ചതുകൊണ്ട്, എൻ്റെ അള്ളാഹിൻ്റെ സഹായം എനിക്കുള്ളത് കൊണ്ട്, തൻ്റെ അടിമകളെ സഹായിക്കുന്ന അള്ളാഹ് പറഞ്ഞതുകൊണ്ട് എനിക്കതിനുള്ള കഴിവുണ്ട്, ഞാനത് ചെയ്തേ തീരൂ. പോരെങ്കിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അതിശക്തമായിട്ടുള്ള ചിന്തയുടെ പ്രചലനം നിലകൊള്ളുന്ന കാലമാണിത്. റസൂലുള്ളാഹ് പറഞ്ഞിരുന്നു ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെത്. അതായത് റസൂലുള്ളാഹിൻ്റെ ചിന്ത നിലകൊള്ളുന്ന നൂറ്റാണ്ട്. അതിനുശേഷം അതിൻ്റെ കാലം കൂടി വന്നപ്പോൾ അതിനടുത്ത നൂറ്റാണ്ട്, അതിനുശേഷം അതിൻ്റെ അടുത്ത നൂറ്റാണ്ട്. ഇതേപോലെ മസീമത് പറയണേ ഏറ്റവും ഉത്തമമായ കാലഘട്ടം എൻ്റെ കാലം, അതിനുശേഷം എൻ്റെ സഹാബത്തിൻ്റെ കാലം, അതിനുശേഷം എൻ്റെ താബീൻ്റെ കാലം. താബീൻ്റെ കാലത്താണ് നമ്മളുള്ളത്. ഖിലാഫത്ത് നിലനിൽക്കുന്ന കാലം വരെയും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വാധീനം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ താബീങ്ങളുടെ ശക്തിയും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖുദ്റത്തെ സാനിയുടെ രണ്ട് ശക്തിയും അനുഭവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കൊരിക്കലും ഈ കാര്യത്തിൽ ഒരു അപകർഷതാബോധത്തിൻ്റെ ആവശ്യമില്ല, ഉത്കർഷതാബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഈ ബോധത്തോടു കൂടി ഒരേ ഒരു കാര്യം തൗബ, അത് കഴിഞ്ഞിട്ട് അടുത്ത പടിയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ചർച്ച ചെയ്യാം. പക്ഷേ ഹൃദയത്തെ തിന്മകളിൽ നിന്ന് എപ്പോഴും മാറ്റി നിർത്തുക, നന്മകളിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുക. ചീത്ത ചിന്തകൾ വരുമ്പോൾ അപ്പം തന്നെ മനസ്സിൽ നിന്ന് കളയാം. അതൊരു നന്മയാണ്. ഇപ്പോൾ കൈക്കൂലി വാങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരാൾ എവിടുന്നാണ് വാങ്ങുക, എങ്ങനെയാണ് വാങ്ങുക, എപ്പോഴാണ് വാങ്ങുക, അതിനെന്താണ് സാഹചര്യം എന്ന് ആലോചിച്ചിരുന്ന തിന്മ കൂടി. വാങ്ങണം എന്നുള്ള ചിന്ത വരും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഉടനെ തന്നെ എടുത്ത് വലിച്ചെറിയാം. അതൊരു നന്മയായി. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഒരാൾ മസീഹ് ഒരു ഹിക്കായത്ത് പറയാണ് ഒരാളോട്. പറയുമ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയണേ, ഒരാൾ ഒരു കൊടുങ്കാറ്റടിച്ച് സമയത്ത് ഒരു മുന്തിരിക്കൊട്ടയും വേറൊരുത്തൻ്റെ തോട്ടത്തിൽ നിന്ന് ഏറ്റിട്ട് ഇങ്ങനെ പോകണം. പോകുമ്പോൾ ചോദിച്ച് ഉടമസ്ഥൻ വന്ന് എന്തോടാ ചെയ്ത് വെച്ച് പറഞ്ഞൊരു കൊട്ട ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഈ കാറ്റ് ഭയങ്കര ശക്തിയായിട്ട് വന്നപ്പോൾ മുന്തിരിയുടെ വള്ളിമോലിനെ പിടിച്ചു നിന്ന്, അപ്പോൾ ഈ കൊട്ടയിലേക്ക് ഇങ്ങനെ അത് ചാടി. അങ്ങനെ ഞാനത് എടുത്തിട്ട് പോന്ന്, ഞാൻ അപ്പം ഒന്ന് തെറ്റ് ചെയ്തെന്ന് വെച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത്ര അത് ശരിയാണ്, കാറ്റ് വന്ന് മുന്തിരി വള്ളി പൊടിച്ച് കൊട്ടയ്ക്ക് ചാടി, ഇതൊക്കെ ശരിയാണ്. അതെടുത്ത് തലയ്ക്ക് വെച്ച് പേടിച്ചിട്ട് അതും ശരിയാണ്. പക്ഷെ ഇത് എടുത്തിട്ട് ഏറ്റിട്ട് നിൻ്റെ വീട്ടിൽ പോകാൻ ആരാ എന്നോട് പറഞ്ഞു വെച്ചു. ഇതേപോലെ നമ്മൾ ഇങ്ങനെ അങ്ങനെയാണ് സാഹചര്യം, ഇങ്ങനെയാണ് സാഹചര്യം എന്ന് ഇങ്ങനെ മനസ്സിൽ വരുന്ന പ്രശ്നം ഉണ്ടല്ലോ, അത് ഏറ്റിട്ട് വേറെ അവൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ പോയാൽ കുഴപ്പമില്ല. അത് ഏറ്റിട്ട് വല്ലവൻ്റെ വീട്ടിലും പോകാൻ ആരും പറഞ്ഞിട്ടില്ല. ചിന്ത വരും, പക്ഷേ അതിനവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്.